സംസ്ഥാനത്ത് ഓണനാളുകളിൽ മഴ കിട്ടുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഉത്രാട ദിനത്തിൽ സംസ്ഥാനത്ത് 3 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മാത്രമല്ല, വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ യെല്ലോ അലർട്ടുകൾ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ള പൊതുജാഗ്രതാ നിർദ്ദേശം കൂടി ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഉത്രാട നാളിൽ മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ തിരുവോണ നാളിലും അവിട്ട നാളിലും കൂടി അടുത്ത ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അന്വർത്ഥമാക്കുകയും ചെയ്യുന്നത്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് യെല്ലോ അലർട്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും തീരദേശ മേഖലകളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും ഉൾപ്പെടെ ജാഗ്രത വേണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന വിവരം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുകയും ചെയ്യുകയാണ്. മാത്രമല്ല, മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, തീരമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ നമ്മൾ ഈ നിർദ്ദേശം ഇൻകോയ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് കാണുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉള്ളതിനാൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആയതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. ഒരു കാരണവശാലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ് വരെയും, ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, എറണാകുളത്ത് മുനമ്പം FH മുതൽ മറുവക്കാട് വരെയും, ഒപ്പം തൃശ്ശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും, തീരദേശ മേഖലകളിൽ നാളെ രാത്രി 11:30 വരെ, അതായത് 24/8/2026 രാത്രി 11:30 വരെ 0.9 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചയ്ക്ക് 2:30 വരെ 1.3 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻകോയ്സ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ജാഗ്രത അങ്ങനെ തന്നെ തുടരണമെന്നുള്ളതാണ് മുന്നറിയിപ്പ് പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്ന വിവരം. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഉൾപ്പെടെ ജാഗ്രത തുടരേണ്ട ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ചില അവസരങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് പങ്കുവെക്കാനും കഴിയുന്നുണ്ട്. അതായത്, ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിന് കൂടി സാധ്യതയുണ്ട്. അങ്ങനെ ഇടിമിന്നലും കാറ്റും മഴയുമൊക്കെ ഈ ഓണനാളുകളിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് KSDMAയുടെയും IMDയുടെയും മഴ മുന്നറിയിപ്പ് പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ഉത്രാടം നാളിൽ സംസ്ഥാനത്ത് മഴ പെയ്യും. തിരുവോണ നാളിലും അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പൊതുജനങ്ങൾ മഴയെയും ഒപ്പം തന്നെ ഇടിമിന്നലിനെയും കരുതിയിരിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.